നേർവഴി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ MG യൂണിവേഴ്സിറ്റിയിൽ സെക്ഷൻ ഓഫീസറായി വിരമിച്ച മാത്യു സേത്തുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി MG യൂണിവേഴ്സിറ്റിയിൽ സെക്ഷൻ ഓഫീസറായിട്ട് വിരമിച്ച മാത്യു സേത്ത് സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. താങ്ക് യു. സാറിന്റെ സ്വദേശം എവിടെയാണ്? ചെങ്ങന്നൂരിനടുത്ത് കോടുകുളഞ്ഞി എന്നൊരു ഗ്രാമത്താണ് എൻ്റെ സ്വദേശം. വീട്ടിലാരൊക്കെയുണ്ട് സാറിന്റെ? വീട്ടിലെ മോള്, മരുമകൻ, അവിടെ 2 പിള്ളേർ. സാറ് MG യൂണിവേഴ്സിറ്റിയിലാണല്ലോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചത് ഏത് വർഷമാണ്? 1988 ജൂലൈ 21 ഞാൻ അസിസ്റ്റൻ്റായിട്ട് ജോലി കയറാം. അന്ന് എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നു. ടെസ്റ്റ് എഴുതിയായിരുന്നു കയറിയത് അല്ലേ? ടെസ്റ്റ് എഴുതി. എവിടെയാ ജോയിൻ ചെയ്തത്? MG യൂണിവേഴ്സിറ്റി അതിരമ്പുഴ. അതിരമ്പുഴയാണല്ലേ? അപ്പോൾ അവിടുത്തെ ആ ജോലിയുടെ രീതിയൊക്കെ എങ്ങനെയായിരുന്നു? ഫയൽ എഴുതുക, നോട്ട് എഴുതുക, ക്ലറിക്കൽ വർക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഡിഗ്രി സാർ ഏതായിരുന്നു ചെയ്തിരുന്നത്? ഡിഗ്രി ഫിലോസഫി ആയിരുന്നു. MA ഫിലോസഫി, MA സോഷ്യോളജി. ആഹാ, വളരെ രസകരമായ സബ്ജക്റ്റ് അല്ലേ ഇതെല്ലാം? MA ഫിലോസഫി, അതുപോലെ സോഷ്യോളജി. അതെ അതെ അതെ. എളുപ്പമാണ്. എനിക്ക് തോന്നുന്നു ഫിലോസഫി ഒക്കെ കുറച്ച് എളുപ്പമെന്ന് തോന്നിയാലും പിന്നൊരു ഘട്ടത്തിൽ അത് നന്നായി മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും അല്ലേ? ഈ സബ്ജക്ട് എടുക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ ആ സമയത്ത്? എൻ്റെ ഫീൽഡ് അതായിരുന്നു, താല്പര്യം അതായിരുന്നു. അതെ, ഫിലോസഫി സോഷ്യോളജി എടുത്തത്. ഫിലോസഫിയിൽ തന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ഓരോ ഫിലോസഫേഴ്സിനെ പറ്റി നമ്മൾ കേൾക്കാറുണ്ടല്ലോ. സാറിന് ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത അദ്വൈത വേദാന്തമാണ്, ശങ്കരാചാര്യരുടെ. അതിൽ തന്നെ ഏതെങ്കിലും കോട്ട്സോ അല്ലെങ്കിൽ വരികളോ ഓർമ്മയുള്ളത് ഉണ്ടോ? ബ്രഹ്മസത്യം ജഗത്മിഥ്യ ജീവോ ബ്രഹ്മൈവ ന അപരഃ, തത്വമസി, ഇതൊക്കെ ശങ്കരാചാര്യരുടെ ഫിലോസഫിയാണ്. അത് നീയാകുന്നു. അതെ. ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ജഗൻ മിഥ്യയാണ്. ജീവോ ബ്രഹ്മൈവ ന അപരഃ, ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്നുള്ളത്. അതാണ് അദ്വൈത ഫിലോസഫി. ഒരുപാട് ഫിലോസഫിക്കൽ സ്കൂൾസിനെ പറ്റി പഠിക്കാനുണ്ടല്ലോ ഫിലോസഫിയിൽ അല്ലേ? അപ്പോൾ അതില് സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് ശങ്കരാചാര്യനാണ് ഒരുവിധം കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. പിന്നെ യേശുക്രിസ്തുവിൻ്റെ കൊണ്ട് ഞങ്ങൾ ജനിച്ച് വളർന്ന മതം ക്രിസ്തു മതമാണല്ലോ. അതും ഒരുവിധം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മതങ്ങളെ പറ്റിയും ഉണ്ടല്ലോ ഫിലോസഫിയിൽ പഠിക്കാൻ. എല്ലാ മതങ്ങളെ പറ്റിയും ഇസ്ലാം മതമൊക്കെ ഞങ്ങളിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞു ഡിഗ്രി ഇതായിരുന്നു, അത് കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് ആയിട്ട് ജോലിയിൽ കയറി ഫയൽ നോട്ടിംഗ് ആണ് കൂടുതലും ചെയ്ത് തുടങ്ങിയതെന്ന്. ഏത് ഘട്ടത്തിലാണ് സാറിന് ഇങ്ങനെ കാഴ്ചക്ക് ബുദ്ധിമുട്ട് ഉണ്ടായി തുടങ്ങിയത്? 2001, അതായത് 40ാമത്തെ വയസ്സ് മുതൽ കാഴ്ച RP എന്ന് പറയുന്നത് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ, അതായത് റെറ്റിന പഴുക്കുക, റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ. പിഗ്മെന്റ് കണ്ണിലൊത്ത പോകും, പിഗ്മെന്റ് ഇറങ്ങിപ്പോകും. ഞങ്ങൾക്ക് ചുമന്ന പിഗ്മെന്റ് ആയിരുന്നു, എല്ലാം ഇറങ്ങിപ്പോകും, വെള്ള കളറാവും, കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആവും. അതിന് മുന്നേ ചെറുതായിട്ടൊരു മങ്ങലോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? വരും, രാത്രി കാഴ്ച ഇല്ലാതെ വരിക, പിന്നെ കാഴ്ച കാണിച്ചിരുന്നില്ലേ ഹോസ്പിറ്റലിലൊക്കെ? അതിന് ചികിത്സയില്ല. ഇല്ല, കോൺജനിറ്റല, ജന്മലാലുള്ളത്, അതിന് ചികിത്സയില്ല. പക്ഷെ അതൊരു ഏജ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏജ് കഴിഞ്ഞതിന് ശേഷം 40 വയസ്സ് മുതലാണ് അങ്ങോട്ട് ബുദ്ധിമുട്ട് തുടങ്ങി വന്നത്. അപ്പോൾ ഏത് ഓഫീസിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത്? അത് അവിടെ ആയിരുന്നെങ്കിലും എനിക്ക് ഷറഫുദ്ദീൻ എന്നും പറഞ്ഞ് ഞങ്ങളുടെ ഒരു സെക്ഷൻ ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് എൻക്വയറി ഒക്കെ വാങ്ങിച്ചു തന്നു. പിന്നെ നടക്കാൻ ബുദ്ധിമുട്ട് അദ്ദേഹം തിരുവല്ല ഇൻഫോർമേഷൻ സെന്ററിലെ വളരെ അടുത്ത്, വീടിൻ്റെ അടുത്താണ്, ചെങ്ങന്നൂരിൽ നിന്ന് തിരുവല്ല വന്നാൽ മതി ഇൻഫോർമേഷൻ സെന്ററിൽ. അവിടെ അദ്ദേഹം എനിക്ക് മേടിച്ചു, അവിടെ സർവീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് വലിയ സഹായമായിരുന്നു സാറിൻ്റെ. അല്ലെങ്കിൽ ഇത്രയും ദൂരം നേരത്തെ ഇൻവാലിഡ് പെൻഷനോ വല്ല എടുത്ത് വരേണ്ടി വരുമായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആ സാറാണ്. ഷറഫുദ്ദീൻ സാർ, അതുപോലെ യൂണിവേഴ്സിറ്റി സ്റ്റാഫ് എന്നെ എല്ലായിടത്തും സഹായിച്ചിട്ടുണ്ട്. അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഈ വയ്യാതെ വന്ന ആ ഒരു സമയം. ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാലേ, നമ്മൾ അത്രയും വർഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. പെട്ടെന്നൊരു ദിവസം ഈ കാഴ്ച പതുക്കെ കുറയുന്നത്. പക്ഷേ സാർ ഇന്ന് ഇപ്പം വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സാറിന് എങ്ങനെയാണ് അത് അതിജീവിക്കാൻ പറ്റിയത് ആ ഒരു സിറ്റുവേഷൻ? അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് സഹപ്രവർത്തകരുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് കിട്ടിയായിരുന്നു. വേറെ ഒരിടത്തൊന്നും സപ്പോർട്ട് കിട്ടിയിട്ടില്ല, നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ സഹപ്രവർത്തകർ എന്നെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരുന്നു, സ്നേഹിച്ചുകൊണ്ടിരുന്നു. എവിടെ ചെന്നാലും അവരിൽ ആരെങ്കിലും ഒരാൾ സഹായിക്കാനുണ്ടെങ്കിൽ ഓടി വരും, എന്നെ കയ്യെ പിടിച്ച് കൊണ്ടുപോകാനൊക്കെ. വേറെ ആരും സഹായിക്കാറില്ല. വായിക്കാൻ പറ്റാതെ വരിക, അങ്ങനെ കുറഞ്ഞ് കാഴ്ച പോകുക, കുറച്ച് ദൂരെ കാണാതെ വരിക, പിന്നെ കുറഞ്ഞ് അടുത്തടുത്തായിട്ട് കാണിച്ച വരിക, പിന്നെ അങ്ങനെ കംപ്ലീറ്റ് പോകാറായി. അതിനുശേഷം ബ്രെയിലിയോ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയും പഠിക്കാൻ ശ്രമിച്ചത്? എനിക്ക് 40-45 വയസ്സായിരുന്നു. അപ്പം പിന്നെ ബ്രെയിലി ഒന്നും പഠിക്കാൻ പറ്റിയില്ല, എന്നെ മെനക്കെട്ടില്ല. സ്ക്രീൻ റീഡർ വെച്ച് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാമല്ലോ അല്ലേ? അങ്ങനത്തെ ഞാൻ അതൊന്നും ചെയ്യാറില്ല. 65 വയസ്സായില്ലേ, അതുകൊണ്ട് പിന്നെ എനിക്ക് എന്നാലും നോക്കാം. ഇപ്പം ആ പ്രായത്തിൽ വേണമെങ്കിൽ ശ്രമിക്കാമല്ലോ. അപ്പൊ നമുക്ക് പ്രായം ഒന്നിനും ഒരു തടസ്സമല്ലല്ലോ. സാർ ഇത്രയും പോസിറ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഒരിക്കലും പ്രായം സാറിനൊരു തടസ്സമല്ല. ഇനിയാണെങ്കിലും സ്ക്രീൻ റീഡർ കുറച്ചും കൂടി
കൂടി എളുപ്പമാണ്. അപ്പോൾ ഫോൺ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു സാധനം സാറിന് വായിക്കണമെങ്കിലും എല്ലാം മനസ്സിലാവും, നമുക്ക് കേൾക്കാം, എന്താണ് ആ കണ്ടന്റ് എന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ പറഞ്ഞു ജോലി പിന്നെ ഇൻഫർമേഷൻ സെന്ററിൽ അടുത്ത് ആക്കി തന്നു എന്ന് പറഞ്ഞില്ലേ, അവിടുത്തെ ജോലിയുടെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടേ? അവിടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഫോൺ നമ്പർ എല്ലാം കാണാതെ അറിയണം, പറഞ്ഞു കൊടുക്കുക. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണാറിയണം. BA BSc BCom റെഗുലേഷൻസ് അറിയണം, പ്രീ ഡിഗ്രിയുടെ റൂൾസ് അറിയണം, എക്സാം ഡേറ്റ്, നോട്ടിഫിക്കേഷൻ ഡേറ്റ്, പരീക്ഷ ടൈം ടേബിൾ കാരണം കാണാതെ പഠിക്കുമായിരുന്നു, ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ്, മൈഗ്രേഷൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ, ഡിഗ്രി സെറ്റിന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ, ഇതെല്ലാം നമ്മൾ കാണാതെ പഠിക്കണമായിരുന്നു. അത് ഞാനെല്ലാം കാണാതെ പഠിച്ചായിരുന്നു. അതപ്പോൾ സുഹൃത്തുക്കളെ വായിച്ചു തന്നോ? ഞാൻ എൻക്വയറി സെക്ഷനിൽ എന്ന് പറഞ്ഞ ഒരു 3-4 പേര് കാണും. കാരണം അപ്പോൾ അവരെല്ലാം പറയുന്നത് അവരൊരാൾ വായിച്ചു തരും, ഈ ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ അത് വായിച്ചു തരും, അന്നേരം കാണാതെ പഠിക്കും. പിന്നെ ആൾക്കാർ എന്നോടാണ് ചോദിക്കുന്നത്, ഞാൻ കാണാതെ പഠിക്കുന്നു. നന്നായിട്ട് ഓർത്തിരിക്കും അല്ലേ, പഠിച്ചു വെച്ചിട്ട്. എന്നോട് ചോദിക്കും ആദ്യത്തെ ഇന്ന ഓർഡർ എത്ര, എന്ന ഏത് ഡേറ്റ് എന്നൊക്കെ ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു. എനിക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ കാണാതെ പഠിക്കാനുള്ള ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട്. അതും ഒരു വലിയ കഴിവാണ്. കാരണം വെച്ചാൽ നമുക്കാണെങ്കിൽ പലപ്പോഴും പല കാര്യങ്ങളും എത്ര വട്ടം പഠിച്ചാലും ഓർമ്മയിൽ നിൽക്കില്ല. അത് നിങ്ങൾക്ക് കണ്ണ് കാണാവുന്നതുകൊണ്ടാണ് നിങ്ങളത് പഠിക്കാത്തത്. അല്ലെങ്കിൽ എല്ലാവർക്കും ദൈവം ഒരേപോലെ മെമ്മറി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും സാറിന് അത് നന്നായിട്ട് ഓർത്തിരിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അയ്യോ, താങ്ക് യു. അതിനുശേഷം സെക്ഷൻ ഓഫീസർ ആകുമ്പോൾ എവിടെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്? എൻക്വയറിയില്ല, അവിടെ തന്നെ, സെയിം സ്ഥലത്ത് തന്നെയായിരുന്നു. അവിടെ എൻക്വയറിയിലല്ല, അതിന് മുമ്പ് EBയിലും BScയിലൊക്കെ ജോലി ചെയ്തായിരുന്നു. പക്ഷേ കാഴ്ച ഇങ്ങനെ മങ്ങി വന്നതുകൊണ്ട് എനിക്ക് അവർ എൻക്വയറി തന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം വായിക്കുകയും ചെയ്യായിരുന്നു. പിള്ളേർ വരുമ്പോൾ അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കാനും റൂൾസ് പറഞ്ഞു കൊടുക്കാനും പറ്റുമായിരുന്നു. അങ്ങനെ എനിക്ക് 2006 എനിക്ക് വീണ്ടും ട്രാൻസ്ഫർ ആയി റീവാലുവേഷൻ സെക്ഷനിലോട്ട്. അപ്പം ഞാൻ പിന്നെ ലീവ് എടുത്ത് പോയി, 2 വർഷത്തെ ലീവ് വിതൗട്ട് അലവൻസ് എടുത്ത് പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഈ ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ സാറാണ് എനിക്ക് എൻക്വയറി തന്നെ വാങ്ങിച്ചു തന്നു. തിരിച്ച് അവിടെ തന്നെ അവിടെ തന്നെ കൊണ്ട് ഇരിക്കാൻ പറ്റി. പിന്നെ ഇൻഫർമേഷൻ സെൻ്റർ തിരുവല്ല ഒരിക്കൽ നടന്നു പോയപ്പോൾ വീഴാൻ പോയപ്പം അദ്ദേഹം കയറി പിടിച്ച് പുറകിലുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞ് ഇപ്പം തന്നെ ഒരു അപേക്ഷ എഴുതി തന്നെ എനിക്ക് തിരുവല്ല മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവല്ല ഇൻഫർമേഷൻ സെൻ്റർ മേടിച്ച് തന്നു. അങ്ങനെ എനിക്ക് അവിടെ റിട്ടയർ ചെയ്യുന്നവരെയൊക്കെ ഇരിക്കാൻ പറ്റിയത്. ഒരു ദൈവദൂതനെ പോലെ ആരെങ്കിലൊക്കെ ആരെങ്കിലും വരും എന്നെ സഹായിക്കാൻ. അതാണ് പറഞ്ഞത്, കാലങ്ങൾ എത്ര പോയാലും നന്മ നിറഞ്ഞ മനസ്സുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ടാവും എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. തീർച്ചയായിട്ടും. ഞാൻ എവിടെയെല്ലാം പോയി, ഹിമാചൽ പ്രദേശ്, ആന്ധ്രയിലെല്ലാം പോയി, കർണാടകത്തിൽ പോകും, തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലേക്ക് എന്തിനു വേണ്ടിയായിരുന്നു സഞ്ചരിച്ചത്? അതെൻ്റെ കൂട്ടുകാരുണ്ട് അവിടെയൊക്കെ. ആന്ധ്രയിലുണ്ട്, ഹിമാചൽ പ്രദേശിലുണ്ട്, ഭോപ്പാലിലുണ്ട്, കർണാടകത്തിലുണ്ട്. കർണാടക എനിക്ക് നല്ലോണം അറിയാം. ഞാൻ കുറച്ച് നാൾ അവിടെ സുവിശേഷ വേലയായിട്ട് മംഗാരപ്പെട്ട സെമിനാരിൽ അടുത്തുണ്ടായിരുന്നു. ഇവിടെ എല്ലാം പോകും അല്ലേ? എല്ലായിടത്തും പോകും. കർണാടകയിലെല്ലാം പോകും, ആന്ധ്രയിൽ പോകും, കുപ്പം എന്ന് പറഞ്ഞ സ്ഥലം, ചന്ദ്രബാബുനായിരുന്ന മണ്ഡലം, അവിടെ പോകും. ഇംഗ്ലണ്ടിൽ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. അത് എന്തുമായി ബന്ധപ്പെട്ടാണ് പോയത്? അത് പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഫാദർ ബിഷപ്പായിരുന്നു, സേത്ത് ബിഷപ്പ്, നോർത്ത് കേരള CSIയുടെ. അപ്പൊ അങ്ങനെ പോയതാണ് അല്ലേ? അങ്ങനെ നമ്മൾ പൈസ എടുക്കണമായിരുന്നു, വണ്ടിക്കൂലി നമ്മൾ എടുക്കണം. അപ്പോൾ അവരവിടെ നമുക്ക് പോകാനൊത്തു. ഇൻസ്ട്രുമെന്റ്സ് വായിക്കുമെന്ന് പറഞ്ഞില്ലേ, അത് ഏതൊക്കെയാണ് വായിക്കാറ്? ഓർഗൻ, ഗിറ്റാർ. ഓർഗനാണ് കൂടുതലും അറിയാവുന്നത്. പള്ളിയിലാണോ കൂടുതൽ? പള്ളിയിലാണ് വായിച്ചുകൊണ്ടിരുന്നത്. പിന്നെ സെമിനാരിൽ പോയപ്പോൾ അവിടെ വായിച്ചു പഠിച്ചിട്ടുണ്ട്. പാട്ട് പാടുമോ സാർ? പാട്ട് അത്യാവശ്യം പാടും. അപ്പൊ ഇങ്ങനെ നമുക്കൊരു പാട്ട് കേട്ടാലോ സാർ? ഒരു 2 വരി പാടാമോ? എനിക്ക് ക്രിസ്ത്യൻ പാട്ടുകളെ അറിയാവൂ. മതിയോ? ഏതെങ്കിലും ഡിവോഷനിൽ ഒരു 2 വരി പാടിയാൽ മതി. Oh God, our help in ages past, our hope for years to come, our shelter from the stormy blast, and our eternal home. വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു. പിന്നെ ഒഴിവ് സമയങ്ങളിൽ സാർ എന്താ ചെയ്യാറ് കൂടുതലായിട്ട്? മ്യൂസിക് കേട്ടിട്ട് ഓർഗൻ വായിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ റേഡിയോ കേൾക്കാറില്ല എപ്പോഴും? അയ്യോ, പിന്നെ അത് പറഞ്ഞില്ലല്ലോ. സോറി. 1978 മുതൽ ഞാൻ ആകാശവാണി കേൾക്കുന്ന ഒരാളാണ്. ഒരു റേഡിയോ ഉണ്ടായിരുന്നു, വാൽവ് റേഡിയോ. ചിരിച്ചോണ്ടിരിക്കും ആദ്യം കുറേ നേരം, പിന്നെ അത് കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞു തുടങ്ങുന്നു. ശബ്ദരേഖ, ചലച്ചിത്ര ഗാനം, നാടകം, ഇതെല്ലാം എൻ്റെ ഫേവറേറ്റാണ്. ഇന്ന് രാവിലെ 5:55 സുഭാഷണം, രാത്രി 11 മണിയുടെ സുഭാഷണം കേൾക്കാറില്ല, കാരണം റെപ്പറ്റീഷൻ ആയതുകൊണ്ട്. അതിനുള്ള എല്ലാ പരിപാടിയും ഞാൻ കേൾക്കും. മായക്കാഴ്ചകളും മായാമുദ്രകളും ഞാൻ കേൾക്കും. പിന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സയൻസ് പരമായ പല 8:30 ഒരു നോവൽ സഞ്ചാരമുണ്ട്, ശ്രീകുമാർ മുത്തൽ സാർ വായിക്കുന്നത്, പച്ചക്കുന്ന് സ്വരൂപം. അതെല്ലാ ദിവസവും കേൾക്കാറുണ്ട് 8:30. പിന്നെ നാടകമുണ്ട് 2:15 സുന്ദരങ്ങൾ സുന്ദരിമാരും, ഉറൂബിൻ്റെ. ശനിയാഴ്ച രാത്രി 8 മണിക്ക് നാടകമുണ്ട്. കൃത്യസമയമായിട്ട് അറിയാം, എല്ലാം അറിയും. പിന്നെ വാർത്ത രാവിലെ 6:45 മലയാളം വാർത്ത, വൈകിട്ട് 6:30 മലയാളം വാർത്ത, ഡൽഹി വാർത്ത, എല്ലാം കേൾക്കും ഞാൻ. റേഡിയോ ഉഴപ്പ് ഏറെ ഇല്ല. ഓരോ മുറിയിൽ ഓരോ റേഡിയോ, 5 മുറിയിൽ ഓരോ റേഡിയോ വെച്ചിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്താൽ മതി, നേരെ ആകാശവാണിയിലോട്ട് കിട്ടുന്നത്. അയ്യോ, ആകാശവാണി വന്ന് ഇവിടെ വരാനും ഒരു ക്വിസിന് മറുപടി പറഞ്ഞൊരു റേഡിയോ സമ്മാനം കിട്ടിയാൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു,
വലിയ ഭാഗ്യമായിരുന്നു ഇവിടെ ഉൾച്ചിരാതിലല്ലേ? ഉൾച്ചാരാതിൽ വന്നപ്പോൾ ഇവിടെ വരാൻ പറ്റിയത് തന്നെ വലിയ സന്തോഷമാണ്, വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആ റേഡിയോ സ്റ്റേഷനിൽ വന്നപ്പോൾ ഇതിൽ പങ്കെടുക്കാനൊക്കെ പറ്റില്ല. ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുക എന്നുള്ളതല്ല, വരാൻ പറ്റി. ഇവിടെ വരിക കണ്ണിന് കാഴ്ച ഉള്ളപ്പം വരാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നപ്പം കൂട്ടുകാരൻ്റെ അജീർ കുട്ടിയുടെ കൂടെ പുതുത്തോടെ വന്നത് അപ്പം എല്ലാം പറഞ്ഞു തന്നെ, ഈ മരങ്ങളുണ്ട്, അവിടെയുണ്ട്, കെട്ടിടം വലുതാണ്, അത് കാണാൻ പറ്റിയാലും ഉള്ളുകൊണ്ട് അജീർ കുട്ടി എല്ലാവരും പറഞ്ഞു തന്നുകൊണ്ട് വലിയ സന്തോഷമായിരുന്നു. നന്നായിരിക്കട്ടെ. ശാസ്ത്രരംഗങ്ങളുണ്ട്, വിദ്യാഭ്യാസ രംഗം കേൾക്കാറുണ്ട്. 9:15 9:30 കഥാപ്രസംഗം കേൾക്കാറുണ്ട്. ചൊവ്വാഴ്ചത്തെ എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. അവരെല്ലാം കാണാതെ അറിയാം പരിപാടിയൊക്കെ. ഈ അനൗൺസ്മെൻറ്റ് എല്ലാ പ്രാവശ്യം കേൾക്കും. വൈകുന്നേരം 5:55 രാവിലെ 6:10 ഉള്ള അനൗൺസ്മെൻറ്റ്സ് കേൾക്കും. കൂട്ടുകാരൊക്കെ ഓരോ പരിപാടി അവതരിപ്പിക്കുന്നതൊക്കെ അവരോട് വിളിച്ചു പറഞ്ഞത് ഞാനാണ്. പരസ്പരം വിളിച്ചു പറഞ്ഞു, എല്ലാവരോടും വിളിച്ച് പറഞ്ഞ് അവരെ കേൾപ്പിക്കും. അതെല്ലാം ഞാൻ പറയാം. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമാകും. ഇപ്പോൾ എല്ലാം പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ ഇവിടുന്ന് അറിയിച്ചില്ലെങ്കിൽ പോലും ഞാൻ അറിയിക്കും, അവരെ എല്ലാം അറിയിക്കും. പിന്നെ വീട്ടിൽ ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? തനിയെ ചെയ്യുമോ ചേട്ടാ? കുക്കിംഗ് എല്ലാം ഞാൻ തന്നെ ചെയ്യും. ഞാൻ 16-ാമത്തെ വയസ്സിലും കുക്കിംഗ് തുടങ്ങിയതാണ്. അപ്പൊ ഈ കിച്ചണിൽ ഈ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നൊക്കെ അത് എങ്ങനെയാണ് അറിയുന്നത്? അതെനിക്കറിയാം. ഇന്ന സ്ഥലത്ത് ഇന്ന ഇരിപ്പുള്ളത്. വേറൊരാൾ വന്ന് കയറിയാൽ എനിക്ക് പാടാ. അവരെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു മാറ്റി വെക്കും. മോള് വന്നാൽ തന്നെ അവളെ എടുത്തിട്ട് മലപ്പൊടി അവിടെ മുളക് പൊടി ഇവിടെയൊക്കെ എടുത്ത് വെച്ചാൽ പിന്നെ എനിക്ക് കാണണം, ഒക്കുകയില്ല, കൈകൊണ്ട് തപ്പണം. അപ്പോൾ അവളോട് പറഞ്ഞ് എടുത്ത് വെക്കണം. ഞാനെല്ലാം ഉണ്ടാക്കും. ബിരിയാണി ഉണ്ടാക്കും, പൊറോട്ട അടിക്കാൻ ഒക്കുകയില്ല, ഇഡ്ഡലി കുഴിക്കകത്ത് ഒഴിക്കാൻ, ഇടിയപ്പം ഇത് പറ്റിയല്ല, ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കും. തനിയെ ചെയ്തോളൂ അല്ലേ? അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമല്ലോ, ചപ്പാത്തി, ദോശ. കുക്കിങ്ങിനും വിദഗ്ധനാണ്. അയ്യോ പിന്നെ ഞാൻ മക്കൾക്കൊക്കെ ഞാനല്ലേ വെച്ച് കൊടുത്തോണ്ടിരുന്നത്. പാടമുള്ള പോത്തൊക്കെ ബിരിയാണിയൊക്കെ ഞാൻ വെച്ച് കൊടുക്കും. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ നേർവഴി പരിപാടിയിൽ വന്നതിന് ഒരുപാട് നന്ദി. ഇത്രയും ദൂരത്തുനിന്ന് നമ്മുടെ പരിപാടിയിൽ വന്ന് പങ്കെടുത്ത് റേഡിയോയെ പറ്റിയുള്ള വിശേഷങ്ങൾ പങ്കുവച്ചു. ഒരുപാട് നന്ദി. നല്ല ആരോഗ്യത്തോടെ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. എനിക്ക് ഒരുപാട് സന്തോഷം. ഇത്ര മഹത്തായ ഒരു സ്ഥാപനത്തിൽ ഇവിടെ വന്ന് പങ്കെടുക്കാൻ പറ്റുന്നത് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യവും ദൈവം തന്ന ഒരു അംഗീകാരമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും എൻ്റെ അനുമോദനങ്ങളും ശ്രീകുമാർ മൊത്തം എല്ലാ സാറിനെ എനിക്കറിയാം. മുരളീധരൻ തഴക്കര സാറിനെ അറിയാം. ഓരോ പേര് മറന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത്രയേ ഉള്ളൂ. നമ്പൂരി സാറിനെ അറിയാം, ശ്രീറാം സാർ, അവരെല്ലാം എനിക്കറിയാം. ഇവരെല്ലാം ഞാൻ ശബ്ദം കേട്ടാണ് മനസ്സിലാക്കുന്നത്. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, നന്നായിരിക്കട്ടെ. ഒരുപാട് സന്തോഷമുണ്ട്. പറക്കോട് ഉണ്ണികൃഷ്ണൻ സാർ, ഇവരെയൊക്കെ ഞാൻ പിന്നെ എല്ലാവരെയും ഞാൻ ശബ്ദം കൊണ്ട് തിരിച്ചറിയുന്നുണ്ട്. അവരെല്ലാം ഞാൻ ഓർത്ത് സന്തോഷത്തോടെ പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. MG യൂണിവേഴ്സിറ്റിയിൽ സെക്ഷൻ ഓഫീസറായി വിരമിച്ച മാത്യു സേത്തുമായി സെബിൽ ജിഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT. നേർവഴി.